താല്പര്യമുള്ള ആളാണ് കേട്ടോ. നമ്മുടെ മെൽബൺ ട്രിപ്പിൽ ചേച്ചി ആൻഡ് ഫാമിലി പിള്ളേരകത്താണേ. പിള്ളേർക്ക് മടിയാണോ? പിള്ളേരെ മടിയാ, എല്ലാം അവിടെ ഉണ്ട്. ഇതിങ്ങനകത്ത് കാണിക്കും. ഞങ്ങളിത് വഴിയൊക്കെ ഡിസൈഡ് ചെയ്യുവാണ്. ഒളിച്ചിരിക്കുക. ഞങ്ങൾ ഡിസൈഡ് ചെയ്തത് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. അപ്പം നമ്മൾ നേരത്തെ കണ്ടിന്യൂഷന് നമ്മൾ നിർത്തി മാപ്പൊക്കെ ജസ്റ്റ് സെറ്റ് ചെയ്തു. നമ്മുടെ യാത്ര തുടങ്ങി. നമ്മൾ ആക്ച്വലി ഇന്നൊരു പ്രത്യേകതയും കൂടെയുണ്ട്. എന്താണെന്ന് വെച്ചാൽ എന്താ ഡയലോഗ് പറയുന്നതിന്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് 9 വർഷമായി. അതായത് ഈ മനുഷ്യനെ ഞാൻ സഹിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 9 വർഷം കഴിഞ്ഞിരിക്കുന്നു. അല്ലേ ഏട്ടാ? ഏട്ടന് എന്തെങ്കിലും പറയാനുണ്ടോ ഈ ദിവസത്തില്? പറയൂ. സോ അതും കൂടിയാണ് ഇന്ന് ജനുവരി 11th. അപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യുന്ന എന്നാന്നൊന്നും അറിയത്തില്ല കേട്ടോ. പക്ഷേ ഇത് ജനുവരി 11th ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ആണ് ഞങ്ങളുടെ വെഡ്ഡിങ് ഡേ ആയിരുന്നു. വെഡ്ഡിങ് ആനിവേഴ്സറി ഡേ. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, സർപ്രൈസ് കാര്യങ്ങളൊന്നുമില്ല. കാരണം അതൊക്കെ കഴിഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ കൈമാറി നമ്മൾ എന്താ പറയണേ, സർപ്രൈസ് ഗിഫ്റ്റുകളൊക്കെ കഴിഞ്ഞു. ഇപ്പം നമ്മുടെ കൂടെയുള്ള ഒരു കൂട്ടരുണ്ടെന്ന് കാണിച്ചായിരുന്നല്ലോ. അപ്പം നമ്മൾ 2 കൂട്ടരും കൂടെ നമ്മൾ മെൽബണിലെത്തിയിട്ട് പറ്റുവാണെങ്കിൽ അപ്പം ഉച്ചയാകുമ്പോഴത്തേനായിരിക്കും എത്തുന്നതെന്നുള്ള പ്രതീക്ഷയാണ്. അപ്പോൾ ലഞ്ച് എവിടെന്നെങ്കിലും നമുക്ക് നമ്മുടെ വക വെഡിങ് ആനിവേഴ്സറി ആയിട്ട് റെഡിയാക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് കാണാം. ബൈ. ടയേർഡായി ഇരിപ്പുണ്ട് പുറകിൽ. കുറച്ച് നേരം ഞാൻ ഡ്രൈവ് ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പം ഏട്ടൻ വീണ്ടും ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ ഒരു ചെറിയ ക്ലൗഡിയാണ് അല്ലേ? ക്ലൗഡി ആയിട്ടല്ലേ കാണുന്നത്? മഴത്തുള്ളി വീഴാൻ തുടങ്ങി അല്ലേ? തണുപ്പ് തുടങ്ങി. അപ്പോൾ ഇത്രയും നേരം നല്ല ചൂടായിരുന്നു. പക്ഷേ കേട്ടോ നമുക്ക് ഒരു ഡിഫറൻസ് അറിയായിരുന്നു. പക്ഷെ പെട്ടെന്ന് തണുപ്പിലോട്ട് വന്നോ? ഇല്ല, തണുപ്പിലോട്ട് വന്നിട്ടില്ല അല്ലേ? 34 സ്റ്റില്ലുണ്ട്. എന്തായാലും നമ്മൾ നേരെ നമ്മൾ
ഹലോ, അങ്ങനെ ഞങ്ങൾ മെൽബണിൽ ഞങ്ങൾ പറഞ്ഞ റെസ്റ്റോറൻറ്റിലെത്തി, ആസ്ത റെസ്റ്റോറൻറ്റ്. അപ്പം ഇവരവിടെ സർപ്രൈസ് ഒരുക്കി ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഇവർ നേരത്തെ എത്തിയായിരുന്നു. ഞങ്ങൾക്ക് കേക്കും അതേപോലെ ബൊക്കയും 2 പ്രസൻറ്റൊക്കെ ഗിഫ്റ്റൊക്കെ മേടിച്ച് റെഡിയാക്കി ഇവിടെ ഇരിക്കുമായിരുന്നു. ഞങ്ങളങ്ങനെ ഡിസ്കസ്സൊക്കെ ചെയ്ത് ഞങ്ങളുടെ ഫുഡ് മെനു പറഞ്ഞു. ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നതൊക്കെയാണെന്നുള്ളത്. ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞതേ അവർ ഫുഡ് വരുന്നതിന് മുന്നേ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുന്ന സെറിമണിയിലേക്ക് കടന്നു. കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു ബ്ലെസ്സിങ്ങാണ്. ഈ വർഷവും അങ്ങനെ കടന്നുപോയി. അങ്ങനെ 9 വർഷമായി കേട്ടോ. അപ്പോൾ ഓരോ തമാശയൊക്കെ പറഞ്ഞ് ചിരിക്കുവാണ്. എന്തായാലും ദൈവാനുഗ്രഹത്താൽ 50 വർഷം കടന്നുപോയി. ഇനിയും ജീവിക്കാനുള്ള അനുഗ്രഹം ദൈവം അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുന്നു. അന്നക്കുട്ടി മാറിയിരിക്കുന്ന കാണിക്കുന്ന കേട്ടോ. അവളെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾ അതിനകത്ത് ഇരിക്കത്തില്ല. അതുകൊണ്ട് അവളെ എടുക്കാത്തത്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കുവാണ്. വീഡിയോ
ഫുഡൊക്കെ കഴിച്ച് കയറി. നല്ല ഫുഡായിരുന്നു കേട്ടോ. റിവ്യൂ കേട്ടോ. ശരി, ആസ്ത എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിച്ചത്. നൈസ് ഫുഡ് അല്ല ഏട്ടാ, നല്ല ഫുഡ്. നോർത്ത് ഇന്ത്യൻ ടച്ചാണ്, പക്ഷേ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവണം. പക്ഷെ നല്ല ഫുഡായിരുന്നു, സൂപ്പർ ഫുഡ്. ഇപ്പം നമ്മൾ ഇവിടെ തൊട്ടടുത്താണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ Airbnb. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. നിയർ ബൈ ആണ്. ഇവിടുത്തെ ടെമ്പറേച്ചറൊക്കെ മെൽബണിൽ നമ്മൾ വിചാരിച്ചപ്പോൾ ക്ലൈമറ്റ് വൈസ് തണുപ്പാന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ ഇങ്ങനെ തണുപ്പ് എന്ന് പറയാനൊന്നുമില്ല. ഇപ്പോഴും ഇവിടുത്തെ സമ്മർ ടൈമിൽ ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ 35 ഡിഗ്രി ഒക്കെ കാണിക്കുന്നത്. സോ സെയിം, ശരിക്കും നല്ല ചൂടുണ്ട് ഔട്ട്സൈഡ്. അപ്പം നമ്മൾ Airbnb എത്തിയിട്ട് കാണാം. ഓക്കെ, ഹലോ. അങ്ങനെ നമ്മൾ മെൽബണിൽ ബുക്ക് ചെയ്ത Airbnb-യിലോട്ട് എത്തി. ഇതാണ് കേട്ടോ വീട്. നല്ല സൂപ്പർ വീട് കേട്ടോ. നല്ല വലിയ നല്ലൊരു വീട്. ആക്ച്വലി ഇത് പഴയ വീടാണ്. നമുക്കത് ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പക്ഷേ ഉണ്ടല്ലോ, അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് നല്ല സൂപ്പറായിട്ടാണ്. അവിടെ ഇവിടെയൊക്കെ നമുക്ക് ശരിക്കും കണ്ടാൽ പറയാം പഴയ ഇതാണ്, പഴയൊരു വീടാണ്, സെറ്റപ്പാണ്. എങ്കിലും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കിയിട്ടിട്ടുണ്ട്. കണ്ടോ, പ്ലേ ഏരിയ, അതേപോലെ കിച്ചൺ, അതേപോലെ ഇതിൽ 3 ലിവിങ് ഏരിയ ഒക്കെ ആയി. അതേപോലെ മോഡിലാണ് ഒരു ലിവിങ് ഏരിയ, 2 താഴെ ലിവിങ് ഏരിയ, കോഫി മേക്കർ, അങ്ങനെ എല്ലാം കൊണ്ടും നല്ല സെറ്റപ്പായ വീടായിരുന്നു കേട്ടോ അത്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ചേച്ചിയും ചേട്ടൻ തന്ന ഗിഫ്റ്റ് ഞങ്ങൾ അൺപാക്ക് ചെയ്യുന്ന രംഗമാണിത്. 2 ബ്യൂട്ടിഫുൾ പെർഫ്യൂംസ് ഞങ്ങൾക്ക് കിട്ടി അവരുടെ വക. എന്തായാലും താങ്ക് യു ചേച്ചി ആൻഡ് ചേട്ടൻ. നല്ല 2 പെർഫ്യൂമാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. പിന്നെ എന്നാ, ഞങ്ങളപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം നമ്മൾ ഇവിടുന്ന് അവരുടെ ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി നമ്മൾ റെഡി ആവുകയാണ്. കുടിയെല്ലാം കഴിഞ്ഞ് ഫ്രഷായി ഞങ്ങൾ ഓൺ ദി വേ ടു അവരുടെ വീട്ടിലോട്ടാണ്. അവരുടെ വീട് ഇവിടുന്ന് ആക്ച്വലി ഞങ്ങൾ താമസിക്കുന്നതിന് 45 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ടായിരുന്നേ. 45 മിനിറ്റ്സ് ഡ്രൈവ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഇത് തന്നെ എൻ്റെ സെൽഫി വീഡിയോ ഞാൻ തന്നെ എടുത്ത് നോക്കുന്നതാണ്. അവിടെ എത്തിക്കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ. ഓക്കെ, ഹലോ. അങ്ങനെ നമ്മൾ ഇവിടെ സമയം രാത്രി 7:45. പക്ഷേ നല്ല വെയിലും വെളിച്ചവും. ഞങ്ങൾ ഞങ്ങളുടെ കൂടെയുള്ള ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് വന്നതാണ്. ഇന്നിപ്പോൾ ഇവിടെ ഡിന്നർ ഇവിടെ കൂടിയിട്ട് ഞങ്ങളുടെ വീട്ടിൽ പോയി കിടന്നുറങ്ങും. ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്യുകയാണ്. അവർ ഓൺ ദ വേ ഇങ്ങോട്ട് എത്തുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ ഞങ്ങൾ അവർ വരാൻ വെയിറ്റ് ചെയ്തതാണ്. അങ്ങനെ അവരും എത്തി. അപ്പം നല്ലൊരു ഏരിയ കേട്ടോ, റെസിഡൻഷ്യൽ ഏരിയ കേട്ടോ അവരുടെ വീട്. നല്ല കാം ആൻഡ് ക്വയറ്റ്, അതേപോലെ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ്. അങ്ങനെ അവിടെ കുറേ നേരം എൻജോയ് ചെയ്തു. പിള്ളേർ റിയലി അവർ എൻജോയ് ചെയ്തു. അവിടെ ഇവിടെയും കളികളൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് അവരവിടുന്ന് ഫുഡൊക്കെ
കഴിച്ച് ഞങ്ങൾ പിരിയുമായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസ് ഷോർട്സ് എടുത്തതാണ് ഈ കാണുന്നത്. വൈകുന്നേരം നന്നായിട്ട് അവിടെ ഒരു ടൈം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പിരിഞ്ഞു. ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ടാറ്റാ.